Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ iOS 15.6 ഇപ്പോൾ പബ്ലിക്ലി റിലീസ് ആയിട്ടുണ്ട്. അത് ഏകദേശം വന്നിരിക്കുന്നത് 4.83 GB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 പബ്ലിക് ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 8.7 പബ്ലിക് ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 15.6 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 12.5 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി HomePodOS 15.5 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ iOS 15.6 പബ്ലിക് ബീറ്റ 1ൻ്റെ വിശേഷങ്ങൾ പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പ് മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ iOS 15.6ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നിന്ന് നേരെ ജനറൽ, അവിടെ എബൌട്ട് സെക്ഷൻ ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വേർഷൻ നമുക്കിപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ വായിക്കാൻ പറ്റും 19G5027E എന്ന്. ഈ ഒരു ആൽഫബറ്റ് A ആവുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനും അടുത്തെത്തുന്നത്. അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ അപ്ഡേഷൻ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇനി മുതൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെയുള്ള അപ്ഡേഷൻസിലും പറഞ്ഞായിരുന്നു, നമുക്ക് iOS 15.4ലാണ് ഏറ്റവും വലിയൊരു നല്ല ഒരു അപ്ഡേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് iOS 15.5 ഇറങ്ങിയപ്പോൾ അത്രയും വലിയ അപ്ഡേഷൻ കിട്ടില്ല, ചെറിയ ചെറിയ അപ്ഡേഷൻസ് മാത്രമാണ് വന്നത്. ഈ ഒരു iOS 15.6ലും നമുക്ക് വലിയൊരു ചേഞ്ച് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ബാക്ക് എൻഡിലായിരിക്കും കൂടുതൽ നമുക്ക് ചേഞ്ചസ് വരിക. ഫ്രണ്ട് എൻഡിൽ നമുക്ക് വലുതായിട്ടുള്ള ചേഞ്ചസ് വരില്ല. കൂടുതലും കോഡിങ്ങും പിന്നെ ബഗ് ഫിക്സസും അതേപോലത്തുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമ്മുടെ iOS 15 സീരീസിൽ, അല്ലെങ്കിൽ 15 എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരാൻ പോകുന്നത്. ആപ്പിളിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOS 16ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ iOS 15.6ൽ വന്നിരുന്ന ചെറിയ കോഡിങ്ങിൻ്റെ മാറ്റം കൊണ്ടുള്ള കാരണം അതിപ്പോൾ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ കീബോർഡിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കീബോർഡ് എടുക്കുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇമോജി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോജി സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ കീബോർഡിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളുടെ വെബ്സൈറ്റ് തന്നെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷനിൽ വലിയ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവരുടെ ന്യൂസ് റൂമിൽ ഇങ്ങനെ ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തായിരുന്നു. ഈ ഒരു ന്യൂസിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അവിടെ കയറി ഇത് ചെക്ക് ചെയ്യാം. ഇതിൽ അവർ പറയുന്നുണ്ട് ആപ്പിൾ പ്രീവിയസ് ഇന്നോവേറ്റീവ് ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് കമ്പൈനിങ് ദ പവർ ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന്. നമ്മുടെ ഐഫോണിൽ റൺ ചെയ്യുന്ന iOSഉം പിന്നെ നമ്മുടെ ഡിവൈസിലുള്ള മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ആക്സസിബിലിറ്റി കുറവായുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയ കുറേ ആൾക്കാർക്ക് കുറേ അധികം പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ ഐഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്മിങ് ഇയറിൽ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് കിട്ടണമെങ്കിലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഫോണിൽ നിന്ന് നമുക്ക് ഡോർ ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴത്ത് അതിനൊരു ആപ്പിൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ച കുറവുള്ളവരോ അല്ലെങ്കിൽ കണ്ണിനധികം കാഴ്ചക്ക് പ്രശ്നമുള്ളവരോ ഉണ്ടെങ്കിൽ നമ്മുടെ ഐഫോൺ ക്യാമറ ഉപയോഗിച്ച് മുമ്പിലുള്ള ഡോറുകളെ സെൻസ് ചെയ്ത് ആ ഡോറ് ഉണ്ട്, എത്ര ഫീറ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഐഫോൺ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. തൊട്ട് താഴത്താണ് അഡ്വാൻസ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ആക്സസിബിലിറ്റി ഫോർ ആപ്പിൾ വാച്ച്. അതായത് നമ്മുടെ ആപ്പിൾ വാച്ച് സ്ക്രീൻ പ്ലേ ചെയ്ത് നമ്മുടെ ഐഫോണിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ വാച്ചിൽ
ചെറിയ ഡയലാണെങ്കിൽ പോലും കുറേ ആൾക്കാർക്ക് അത് കുത്താനും അതേപോലെ ടച്ച് സ്ക്രീനിൽ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീൻ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമ്മുടെ ഐഫോണിൽ വരുത്തിയിട്ട് ഐഫോണിൽ വരുത്തുന്ന മാറ്റങ്ങൾ എല്ലാം നമ്മുടെ ആപ്പിൾ വാച്ചിൽ വരുന്നതുമായിരിക്കും. പിന്നെ ഡബിൾ ക്ലഞ്ചിൻ്റെ കാര്യം നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഡബിൾ പിഞ്ചും ഡബിൾ ക്ലഞ്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ചിൽ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്ത കാര്യമാണ് ലൈവ് ക്യാപ്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാളായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ കോളിൻ്റെ ആ ഒരു കറക്റ്റ് കോൺവെർസേഷൻ ഒരു ടെക്സ്റ്റ് രൂപത്തിൽ നമ്മുടെ ഐഫോണിൽ എഴുതി വരുന്നതായിരിക്കും. അതിന് താഴത്തായിട്ട് നമ്മുടെ കുറേയധികം ചേഞ്ചസ് വരുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബഡി കൺട്രോൾ എന്നാണ് ഫീച്ചറാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഗെയിം കളിക്കുമ്പോൾ ആ ഒരു ഗെയിം കളിക്കാൻ നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺട്രോളർ നമുക്ക് വേറൊരാൾക്കും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നീട് വന്നാണ് സിറി പോസ്റ്റ് ടൈം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീച്ച് ഡിസബിലിറ്റീസുള്ള ആൾക്കാർ, അതായത് ഈ വിക്കലും അതേപോലെ സംസാരിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് സംസാരിക്കുന്ന കുറേ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ സിറി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സിറി ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞ് മുഴുവിപ്പിക്കാനുള്ള സമയം കിട്ടാറില്ല. അതിനു വേണ്ടിയാണ് ഈ ഒരു സിറി പോസ്റ്റ് ടൈം എന്നുള്ള ഓപ്ഷൻ വരുന്നത്. നമുക്ക് സിറിക്ക് എത്ര സമയം ഇടവിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ആ ഒരു സിസ്റ്റം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് റെക്കഗ്നീഷൻ, നമ്മുടെ ആപ്പിൾ ബുക്ക്, പിന്നെ വോയിസ് കൺട്രോൾ, സ്പെല്ലിംഗ് മോഡ്, ഇങ്ങനെ കുറേയധികം ആക്സസിബിലിറ്റിക്കുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം. സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ താഴത്തേക്ക് പോയിട്ട് ജനറൽ എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ ഐഫോൺ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുക. ഐഫോൺ സ്റ്റോറേജ് എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ബഗിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ഓരോ ആപ്ലിക്കേഷൻ്റെയും സൈസ് കറക്റ്റ് അല്ല, ഇപ്പോഴും അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS ഡാറ്റയും സിസ്റ്റം ഡാറ്റയും നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോവുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS ഡാറ്റ 7.3 GB സിസ്റ്റം ഡാറ്റ 5.49 GB പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ ബഗ് റിസോൾവ് ചെയ്തവർ തോന്നുന്നുണ്ട്. കാരണം iOS 15.6 ഞാൻ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഞാൻ തൊട്ട് കഴിഞ്ഞ് തന്നെ ഞാൻ എൻ്റെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയും നോക്കി. സെയിം ഈ ഒരു സൈസ് തന്നെയായിരുന്നു ഞാൻ iOS 15.6 അപ്ഡേറ്റ് ചെയ്തിട്ടും ഇപ്പോഴും സെയിം എമൗണ്ട് തന്നെയാണ്. അതിന് ഒരു ഫ്ലക്ച്വേഷൻ വന്നിട്ടില്ല. അപ്പോൾ iOS 15.6 ചിലപ്പോൾ നമുക്ക് സ്റ്റോറേജ് ബഗ് കുറച്ചും കൂടെ റിസോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു iOS 15.6 ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓവറോൾ ഹീറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ വലുതായിട്ട് ഒരു ഹീറ്റിങ്ങും എനിക്ക് ഇത്രയും നേരമായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പോലും എനിക്ക് ചെറിയൊരു വാമത്തെ ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ഞാൻ നമ്മുടെ iOS 15 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ iOS 15.6 ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രമാത്രം ചൂടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നീട് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല. എനിക്ക് അത്രയും വലിയ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കാം. അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മുടെ iOS 15.6 റിസൾട്ട് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ 766 മൾട്ടി കോർ 1417 എനിക്ക് വലിയ ഫീലോ അല്ലെങ്കിൽ വലിയ ചേഞ്ചൊന്നും ഫീൽ ചെയ്തില്ല. പെർഫോമൻസ് ആസ് യൂഷ്വൽ നമ്മുടെ 15.5 ആ ഒരു റിഫ്രഷിംഗ് റേറ്റും ആ ഒരു കാര്യങ്ങൾ തന്നെ. ചില സമയത്ത് ഒരു ചെറിയ ലാഗ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ ആയിരിക്കും, എന്നിട്ടായിരിക്കും പോകുന്നത്. അത് ചില സമയത്ത് വരുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ വേറെ ഒരു പെർഫോമൻസിൻ്റെ മാറ്റവും അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ബഗ്ഗും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീടുള്ള വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ ആപ്പിൾ മ്യൂസിക്കിൽ നമ്മൾ വേറൊരു പാട്ട് പ്ലേ ലിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് അടുത്തത് കേൾക്കാൻ വേണ്ടി നമ്മൾ പ്ലേ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കും. പക്ഷേ ആ ഒരു പാട്ട് നെക്സ്റ്റിൽ പ്ലേ ചെയ്യില്ല. അടുത്ത പാട്ടായിട്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നില്ല. അത് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു ചെറിയ ബഗ്ഗാണ്. കുറേ പേർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നെക്സ്റ്റ് പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂവിലേക്ക് അടുത്ത പാട്ട് ആഡ് ചെയ്താലും ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ട് വേറെ പാട്ടാണ് പ്ലേ ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബഗ്ഗും നമ്മുടെ iOS 15.6 ഇപ്പോഴും വന്നിട്ടുണ്ട്. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.
ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോയി ബാറ്ററിയിൽ പോയിക്കൊണ്ട് ബാറ്ററി ഹെൽത്തിൽ പോയിക്കണം എനിക്ക് ഇപ്പോഴും സ്റ്റിൽ 83% തന്നെയാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ എൻ്റെ ഐഫോണിൽ എനിക്ക് നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ചില സാഹചര്യം മാത്രം പെട്ടെന്ന് എൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവും. പക്ഷേ ചില സമയത്ത് നല്ല രീതിക്ക് എൻ്റെ ഡിവൈസിൽ ബാറ്ററി സസ്റ്റൈനും ചെയ്യുന്നുണ്ട്. പിന്നീട് iOS 15.5.1 ചിലപ്പോൾ അപ്ഡേഷൻ വരും എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതായത് നമ്മുടെ iOS 15.5 റിലീസ് ചെയ്തതിനു ശേഷം കുറേയധികം ബഗ്ഗുകൾ നമ്മുടെ കൂട്ടുകാർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് റിസോൾവ് ചെയ്യാനായിട്ട് iOS 15.5.1 ചിലപ്പോൾ റിലീസാവും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് പിന്നീട് വരുന്നതാണ് നമ്മുടെ iOS 16 കാര്യം. iOS 16 വരുന്നത് നമ്മുടെ ജൂൺ 6 iOS 6 നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ആ ഒരു ഇവൻറ്റിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ പബ്ലിക് ടെസ്റ്റേഴ്സിന് അത് ജൂലൈ ആകുമ്പോഴത്തേക്കായിരിക്കും കിട്ടുന്നത്. അതായത് ഒന്നെങ്കിൽ പബ്ലിക് ബീറ്റ 2 അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ 3 നമുക്ക് ആ ഒരു iOS 16 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ കുറേ കൂട്ടുകാർക്ക് iOS 15.5 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വാട്സാപ്പിൽ കുറേ ബഗ്ഗുകൾ വന്നു. വാട്സാപ്പിലെ ഓട്ടോമാറ്റിക് ഡൗൺലോഡിങ് എന്ന ഓപ്ഷനും ഡിസേബിൾഡ് ആയി പോകുന്നു, അത് ഓണായി പോകുന്നു, അങ്ങനെ കുറേ പരാതികളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കുഴപ്പം iOSൻ്റെ അല്ല, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അല്ല ആ പറയുന്ന ആ ഒരു ബഗ്. അത് വാട്സാപ്പ് എന്ന് പറഞ്ഞ ആ ആപ്ലിക്കേഷനെയാണ് ബഗ് വന്നിരിക്കുന്നത്. iOS 15.5 റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ 2-3 ദിവസം തന്നെ കുറേ പേർക്കും ഈ ഒരു വാട്സാപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പിൻ്റെ ബഗ്ഗാണ് ആ പറഞ്ഞ ഓട്ടോമാറ്റിക് ഡൗൺലോഡിങ്ങിൻ്റെ സെറ്റിങ്ങിൻ്റെ പ്രശ്നം. നമ്മുടെ കുറേ പേര് പറഞ്ഞായിരുന്നു നമ്മുടെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ഓഫ് ചെയ്തിടും. പക്ഷേ നമ്മൾ പിന്നീടും വാട്സാപ്പ് എടുക്കുമ്പോൾ ആ ഒരു വാട്സാപ്പിൽ ആ ഒരു ഓപ്ഷൻസൊക്കെ പിന്നെയും അത് വൈഫൈയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സെല്ലുലാർ ആൻഡ് വൈഫൈയിലേക്ക് മാറിയിട്ടുണ്ടാകും. അത് നമ്മുടെ വാട്സാപ്പിൻ്റെ മാത്രം ബഗ്ഗാണ്. ആ ഒരു ബഗ് മാറണമെങ്കിൽ വാട്സാപ്പ് ഒരു പുതിയ അപ്ഡേഷൻ തന്നാൽ മാത്രമാണ് ആ ഒരു ബഗ്ഗും നമ്മുടെ ഐഫോണിൽ നിന്ന് റിസോൾവ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6 പബ്ലിക് ബീറ്റ 1ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിനാൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് thank you so much for watching this whole video. This is Abin, Xavier, signing from everything you want to know about Apple.